ഓക്കെ. അപ്പോൾ ഇന്ന് January 20 ട്യൂസ്ഡേ. അപ്പോൾ ഇന്നത്തെ കറണ്ട് അഫയേഴ്സ് ആണ് പറയാൻ പോകുന്നത്. January 20 പെൻഗ്വിൻസ് അവയർനെസ് ഡേ ആയിട്ടാണ് നമ്മൾ ആചരിക്കുന്നത്. ഇങ്ങനൊരു ദിവസം ആചരിക്കാൻ കാരണം പെൻഗ്വിൻസിന്റെ കൺസർവേഷനെ പറ്റിയിട്ടും പെൻഗ്വിൻസ് നേരിടുന്ന പ്രശ്നങ്ങൾ, ഇപ്പോൾ ക്ലൈമറ്റ് ചേഞ്ച്, അതൊക്കെ വഴി അവരുടെ ആവാസ വ്യവസ്ഥ, അപ്പോൾ അവരുടെ ഹാബിറ്റേറ്റ്സിനൊക്കെ മാറ്റങ്ങൾ വന്നു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിനൊക്കെ എല്ലാവർക്കും ഗ്ലോബലി ഒരു അവബോധം സൃഷ്ടിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ January 20 നമ്മൾ പെൻഗ്വിൻ അവയർനെസ് ഡേ ആയിട്ട് ആചരിക്കുന്നത്. അന്റാർട്ടിക്കയിലാണ് പെൻഗ്വിൻസ് കൂടുതലായിട്ട് കാണുന്നത്, നമുക്ക് എല്ലാവർക്കും അറിയാം. അവിടെയാണ് 5 സ്പീഷീസ് ഓഫ് പെൻഗ്വിൻസ് ഫൗണ്ട് ചെയ്തിട്ടുള്ളത്. അന്റാർട്ടിക്കനെ ലാൻഡ് ഓഫ് പെൻഗ്വിൻസ് എന്നാണ് അറിയപ്പെടുന്നത്. പിന്നെ ഏറ്റവും വലിയ പെൻഗ്വിൻ, ലാർജസ്റ്റ് സ്പീഷീസ് ഓഫ് പെൻഗ്വിൻ എന്ന് പറയുന്നത് എംപറർ പെൻഗ്വിൻ ആണ്. അതാണ് ഈ ന്യൂസിൽ പറയുന്നത്. അടുത്തത് NDRF റേസിംഗ് ഡേ, നാഷണൽ ഡിസാസ്റ്റർ റെസ്പോൺസ് ഫോഴ്സ്. അവരുടെ റേസിംഗ് ഡേ ആയിട്ടാണ് January 19 നമ്മൾ ആഘോഷിക്കുന്നത്. അത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 2005 നിലവിൽ വന്നിട്ടുള്ള ഡിസാസ്റ്റർ മാനേജ്മെന്റ് ആക്ട്, ആ ഒരു ആക്ട് വഴി നിലവിൽ വന്നിട്ടുള്ള ഒരു ഫോഴ്സാണ് NDRF എന്ന് പറഞ്ഞിട്ടുള്ളത്, നാഷണൽ ഡിസാസ്റ്റർ റെസ്പോൺസ് ഫോഴ്സ്. പിന്നെ പറയുന്നത് ഈ ഒരു വർഷം 2026 ഈ ഒരു ഫോഴ്സിന്റെ 21ാമത് റേസിംഗ് ഡേ ആയിട്ടാണ് ആചരിക്കുന്നത്. ഇവരുടെ ഈ ഒരു തുടക്കത്തിൽ ഈ ഒരു ഫോഴ്സ് രൂപീകരിച്ചതിന് ശേഷം അവർ 8 ബറ്റാലിയനാണ് ഉണ്ടായിരുന്നത് നിലവിൽ. പക്ഷെ നിലവിൽ ഇപ്പോൾ 16 ബറ്റാലിയൻ ഉണ്ട്. പിന്നെ ഇറ്റ് ഈസ് എ ഫണ്ട് മാനേജ്ഡ് ബൈ സെൻട്രൽ ഗവൺമെന്റ്. ഇപ്പോൾ ഒരു ത്രെട്ടണിങ് ഡിസാസ്റ്ററോ അല്ലെങ്കിൽ ഡിസാസ്റ്റർ സിറ്റുവേഷനോ ഒക്കെ ഉണ്ടാവുമ്പോൾ അതിനോടനുബന്ധിച്ച് ഒരു എമർജൻസി റെസ്പോൺസ്, റിലീഫ്, റിഹാബിലിറ്റേഷൻ ഇതൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പൊ അതിനുള്ള എക്സ്പെൻസ് ഒക്കെ ഫണ്ട് ചെയ്യുന്നത് ഈ ഒരു സെൻട്രൽ ഗവൺമെന്റ് ആയിരിക്കും. അടുത്തത് 80 years ഓഫ് യുണൈറ്റഡ് നേഷൻ എക്കണോമിക് ആൻഡ് സോഷ്യൽ കൗൺസിൽ. ഇതിനെപ്പറ്റി പറയാനാണെങ്കിൽ യുണൈറ്റഡ് നേഷന്റെ ഭാഗമായിട്ടുള്ള ഒരു കൗൺസിലാണ് എക്കണോമിക് ആൻഡ് സോഷ്യൽ കൗൺസിൽ എന്ന് പറഞ്ഞിട്ടുള്ളത്. അതിന്റെ 80ാമത് ആനിവേഴ്സറി ആണ് 23 January നമ്മൾ ആഘോഷിക്കാനായിട്ട് പോകുന്നത്. ഈ എക്കണോമിക് ആൻഡ് സോഷ്യൽ കൗൺസിൽ എന്ന് പറയുന്നത് ഈ ഒരു യുണൈറ്റഡ് നേഷന്റെ ഭാഗമാണെന്ന് നമ്മൾ പറഞ്ഞു. അപ്പൊ അവര് സെർവ് ചെയ്യുന്നത് സെൻട്രൽ ഫോറം ഫോർ ഇന്റർനാഷണൽ എക്കണോമിക്, സോഷ്യൽ ആൻഡ് എൻവിറോൺമെന്റൽ പോളിസി കോർഡിനേഷൻ, കൺസെൻസസ് ബിൽഡിംഗ് ആൻഡ് ഫോളോയിങ് അപ് ടു ഗ്ലോബൽ ഡെവലപ്മെന്റ് കമ്മിറ്റ്മെന്റ്സ്. ഗ്ലോബലിലുള്ള എല്ലാ ഡെവലപ്മെന്റ് ചലഞ്ചസ്, ഇപ്പോൾ എൻവിറോൺമെന്റൽ ബേസിലുള്ള കാര്യങ്ങൾ എല്ലാം നിയന്ത്രിക്കുന്നതാണ് ഈ എക്കണോമിക് ആൻഡ് സോഷ്യൽ കൗൺസിലിങ്ങിന്റെ ഫങ്ഷൻ മെയിനായിട്ടും വരുന്നത്. ഇത് എസ്റ്റാബ്ലിഷ് ചെയ്തിരിക്കുന്നത് യുണൈറ്റഡ് നേഷൻ ചാർട്ടറിന്റെ അണ്ടറിലാണ്. 1945 ഇത് എസ്റ്റാബ്ലിഷ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഇത് എസ്റ്റാബ്ലിഷ് ചെയ്തതിന് ശേഷം ലണ്ടനിൽ വെച്ചിട്ടാണ് ഇതിന്റെ ഒരു ഫസ്റ്റ് മീറ്റിംഗ് നടന്നിട്ടുള്ളത്. അത് 1946 January 23 നടന്നിട്ടുള്ളത്. പിന്നെ ഈ ഒരു കൗൺസിലിങ്ങിന്റെ ഫങ്ഷൻസ് ആണ് പറയുന്നത്. ഇപ്പോൾ യുണൈറ്റഡ് നേഷന്റെ ഡെവലപ്മെന്റ് സിസ്റ്റം, പിന്നെ അതിനോടനുബന്ധിച്ച് സ്പെഷ്യലൈസ്ഡ് ചെയ്തിട്ടുള്ള ഏജൻസീസ്, പ്രോഗ്രാംസ്, അതിനൊക്കെ ഗൈഡ് ചെയ്യുക, കോർഡിനേറ്റ് ചെയ്യുക, ഇതൊക്കെയാണ് അതിന്റെ മെയിൻ ഫങ്ഷൻ. പിന്നെ പറയുന്നത് ഡെവലപ്മെന്റൽ ചലഞ്ചസ്, അതിനെ പറ്റിയൊക്കെ ചർച്ച ചെയ്യാനൊക്കെ ആയിട്ട്, ഗ്ലോബലി ചർച്ച ചെയ്യാനായിട്ട് ഒരു ഗ്ലോബൽ അങ്ങനൊരു ഫെസിലിറ്റി കൊണ്ടുവരിക, അതും ഇതിന്റെ ഒരു ഫങ്ഷനാണ്. പിന്നെ പറയുന്നത് യൂണിസെഫ്, UNDP പോലുള്ള ഏജൻസികളുടെ എക്സിക്യൂട്ടീവ് ബോർഡുകൾ തിരഞ്ഞെടുക്കുന്നതും ഈ ഒരു കൗൺസിലായിരിക്കും.
അടുത്ത ന്യൂസ് പറയുന്നത് ബ്രിക്സ് പ്ലസ് നേവൽ എക്സൈസ്. ഇത് സൗത്ത് ആഫ്രിക്കയിൽ ഹോസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു നേവൽ പ്രോഗ്രാം ആയിരുന്നു. ഈ ഒരു പ്രോഗ്രാമിൽ ഇന്ത്യൻ നേവി പങ്കെടുത്തിട്ടില്ല. അതിന്റെ കാരണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു ബ്രിക്സിന്റെ ആക്ടിവിറ്റീസ്, സാധാരണയായിട്ട് കാണുന്ന ബ്രിക്സ് ആക്ടിവിറ്റീസ് പോലെയല്ല ഈ ഒരു എന്താ പറയാ ഈ ഒരു പ്രോഗ്രാം അവര് കണ്ടക്ട് ചെയ്തിരുന്നത്. അതൊരു പൊളിറ്റിക്കൽ ചോയ്സിലോ അല്ലെങ്കിൽ പൊളിറ്റിക്കൽ ബേസ്ഡ് ആയിട്ടാണ് ഇവർ കൺസിഡർ ചെയ്തിരിക്കുന്നത്. അങ്ങനെയാണ് അതുകൊണ്ടാണ് ഇന്ത്യ അതിൽ പങ്കെടുക്കാതിരുന്നത്. ഇപ്പോൾ ഈ ഒരു ഫംഗ്ഷൻ അല്ലെങ്കിൽ ഒരു ബ്രിക്സ് പ്ലസ് നേവൽ എക്സൈസ് സൗത്ത് ആഫ്രിക്കയിലാണ് ഹോസ്റ്റ് ചെയ്തതെന്ന് പറഞ്ഞു. സൗത്ത് ആഫ്രിക്കയിലുള്ള സൈമൺസൺ ടൗൺ കോസ്റ്റിലാണ് ഇത് കണ്ടക്ട് ചെയ്തിരുന്നത്. പിന്നെ ഇതിൽ പങ്കെടുത്തിട്ടുള്ള നേവീസ് ചൈന, റഷ്യ, ഇറാൻ, യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ്, സൗത്ത് ആഫ്രിക്ക, ഈ ഒരു നേവി ഫോഴ്സുകളാണ് അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഈ ഒരു വർഷത്തെ തീം എന്ന് പറയുന്നത് ജോയിന്റ് ആക്ഷൻ ടു എൻഷുർ ദ സേഫ്റ്റി ഓഫ് കീ ഷിപ്പിംഗ് ലെയിൻസ് ആൻഡ് മാരിടൈം എക്കണോമിക് ആക്ടിവിറ്റീസ്. അതാണ് ഈ ഒരു വർഷത്തെ ബ്രിക്സ് പ്ലസ് നേവൽ എക്സൈസിന്റെ തീം. അടുത്തത് പേജ് നമ്പർ 25 ECI to host IICDEM 2026 from January 21st to 23rd. ഇത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ന്യൂഡൽഹിയിലെ ഭാരത് മണ്ഡപത്തിലാണ് ഈ ഒരു കോൺഫറൻസ് നടക്കുന്നത്. ദ ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ ഹോസ്റ്റ് ചെയ്യുന്ന ഒരു കോൺഫറൻസ് ആണ്. ഡെമോക്രസി ആൻഡ് ഇലക്ഷൻ മാനേജ്മെന്റ് ആ ഒരു ഫീൽഡിൽ അല്ലെങ്കിൽ ആ ഒരു ടോപ്പിക്കിൽ നടക്കുന്ന ഒരു ഇന്റർനാഷണൽ കോൺഫറൻസ് ആണ് ഇത് ഓർഗനൈസ് ചെയ്തിട്ടുള്ളത് ഇന്ത്യ ഇന്റർനാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡെമോക്രസി ആൻഡ് ഇലക്ഷൻ മാനേജ്മെന്റ് ആണ്. ഇതൊരു 3 ദിവസത്തെ കോൺഫറൻസ് ആണ്. ഈ ഒരു ഡെമോക്രസി ആൻഡ് ഇലക്ഷൻ മാനേജ്മെന്റ് ഈ ഒരു ഫീൽഡിൽ അല്ലെങ്കിൽ ഒരു ടോപ്പിക്കിൽ ഇന്ത്യ ഹോസ്റ്റ് ചെയ്യുന്ന ലാർജസ്റ്റ് ഇന്റർനാഷണൽ ഗ്യാതറിംഗ് ആയിട്ടാണ് ഇത് എക്സ്പെക്ട് ചെയ്തിട്ടുള്ളത്. പിന്നെ പറഞ്ഞിട്ടുള്ളത് ഇതിന്റെ ഇനോഗ്രൽ സെഷൻ, ഈ ഒരു കോൺഫറൻസിന്റെ ഇനോഗ്രൽ സെഷൻ ഫ്ലാഗ് ഓഫ് ചെയ്യുന്നത് ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ആയിട്ടുള്ള ജ്ഞാനേഷ് കുമാറും പിന്നെ ഇലക്ഷൻ കമ്മീഷണേഴ്സ് ആയിട്ടുള്ള ഡോക്ടർ സുപ്രീത് സിംഗ് സന്ധു ആൻഡ് ഡോക്ടർ വിവേക് ഘോഷി, ഇവർ 3 പേരും കൂടിയിട്ടാണ് ഈ ഒരു ഇനോഗ്രൽ സെഷൻ ഫ്ലാഗ് ഓഫ് ചെയ്യുന്നത്. ആണോ? ഇപ്പോ ഓഡിബിൾ ആണോ? ഓക്കെ, ഇപ്പൊ ക്ലിയർ ആണോ? ഹലോ. ഓക്കെ. പിന്നെ ഈ ഒരു കോൺഫറൻസിന്റെ ഭാഗമായിട്ട് ഒരു 36 തെമാറ്റിക് ഗ്രൂപ്പ്സ് പലതരം വിഷയങ്ങൾ പല സബ്ജക്റ്റുകളിലും ചർച്ചകൾ ഓരോ ഡിസ്കഷൻസ് നടത്തും. ആ ഡിസ്കഷന് നേതൃത്വം നൽകുന്നത് അല്ലെങ്കിൽ അതിന് നേതൃത്വം നൽകുന്നത് അതാത് സ്റ്റേറ്റിന്റെ അല്ല ഓരോ സ്റ്റേറ്റ്സിന്റെയും യൂണിയൻ ടെറിട്ടറീസിന്റെ ഒക്കെ ചീഫ് ഇലക്ടറൽ ഓഫീസേഴ്സ് ആയിരിക്കും. പിന്നെ ഈ ഒരു കോൺഫറൻസിൽ അക്കാഡമിക് ഇൻസ്റ്റിറ്റ്യൂഷൻസും ലീഡ് ചെയ്യുന്നുണ്ട്. അതിൽ 4 IITs, 6 ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ്, 12 നാഷണൽ ലോ ഓഫ് യൂണിവേഴ്സിറ്റീസ് ആൻഡ് ദ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാസ് കമ്മ്യൂണിക്കേഷൻ. ഈ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻസ് എല്ലാം ഈ ഒരു ഡിസ്കഷന്റെ ഭാഗമായിരിക്കും. പിന്നെ പറയുന്നത് 2024 ലോക്സഭ ഇലക്ഷന്റെ ഭാഗമായിട്ട് അതിനെ ബേസ് ചെയ്തിട്ട് ഒരു ഡോക്യു സീരീസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇന്ത്യ ഡിസൈഡ്സ് എന്നാണ് ആ ഡോക്യു സീരീസിന്റെ പേര്. അത് ഈ ഒരു ഇനോഗ്രൽ ഡേയിൽ അല്ലെങ്കിൽ ഓപ്പണിംഗ് ഡേയിൽ പ്രദർശിപ്പിക്കുന്നതാണ് പിന്നീട് പറഞ്ഞിട്ടുള്ളത്. അടുത്ത ന്യൂസ്, സുപ്രീം കോർട്ട് റൂൾസ് അൺറിസർവ്ഡ് സീറ്റ്സ് ഓപ്പൺ ടു ഓൾ കാൻഡിഡേറ്റ്സ് ഓൺ മെറിറ്റ്. ഈ ഒരു ന്യൂസിൽ പറഞ്ഞിട്ടുള്ളത് അൺറിസർവ്ഡ് സീറ്റ്സ് ഉണ്ടല്ലോ, ആ അൺറിസർവ്ഡ് സീറ്റ്സ് ജനറൽ കാറ്റഗറിക്ക് മാത്രമായിട്ടല്ല എന്നാണ്
സുപ്രീം കോടതി ഇപ്പോൾ റൂൾ ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ SC ST OBC കാറ്റഗറിയിലുള്ള കാൻഡിഡേറ്റ്സിന് അവരുടേതായിട്ടുള്ള ആനുകൂല്യങ്ങൾ, ഇപ്പോൾ ആ ഒരു റിസർവേഷൻ കിട്ടാത്ത കാൻഡിഡേറ്റ്സ് ഉണ്ടാവുമല്ലോ, അവർക്കും കൂടി ഉള്ളതാണ് ഈ ഒരു അൺറിസർവ്ഡ് സീറ്റ്സ് എന്നാണ് ഈ ഒരു ന്യൂസിൽ പറഞ്ഞിട്ടുള്ളത്. പിന്നെ ഈ ഒരു അൺറിസർവ്ഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കാറ്റഗറി ഒരു ഓപ്പൺ കോമ്പറ്റീഷൻ പൂളാണ്. അത് അങ്ങനെ പറഞ്ഞിട്ടുള്ളത് MM സുന്ദരേഷ് ആൻഡ് സതീഷ് ചന്ദ്ര ശർമ്മ, ആ ഒരു ബെഞ്ചാണ്, സുപ്രീം കോർട്ടിലെ ആ ഒരു ബെഞ്ചാണ് അതിനെ പറ്റിയിട്ടുള്ള പറഞ്ഞിട്ടുള്ളത്. പിന്നെ ഇതൊരു ജനറൽ കാറ്റഗറിക്ക് മാത്രമായിട്ടല്ല, ഇപ്പോൾ മെറിറ്റ് എന്നുള്ളൊരു ആ ഒരു ക്വാളിഫിക്കേഷനുള്ള ഏതൊരു സിറ്റിസനും ഈ ഒരു അൺറിസർവ്ഡ് സീറ്റ്സിൽ സെലക്ട് ആവാനുള്ള സാധ്യതയുണ്ടെന്നാണ് പറയുന്നത്. അടുത്തത് മൈക്രോസ്കോപ്പിക് ക്രസ്റ്റേഷ്യൻ ഡിസ്കവേർഡ് ഇൻ കവരത്തി എസ്റ്റാബ്ലിഷ് ആസ് എ ന്യൂ ജനസ് ആൻഡ് സ്പീഷീസ്. ലക്ഷദ്വീപിലെ കവരത്തി ലഗൂണിൽ പുതിയതായിട്ട് ഒരു സ്പീഷീസ് ക്രസ്റ്റേഷ്യൻ കണ്ടെത്തിയിട്ടുണ്ട്. ഇന്ത്യ ഫോണ്ടെ വിജോയ് എന്നാണ് അതിനെ നെയിം ചെയ്തിരിക്കുന്നത്. അതിന്റെ ജനറിക് നെയിം ഇന്ത്യ ഫോണ്ടെ എന്നാണ്. അപ്പോൾ ഈ ഒരു സ്പീഷീസിനെ കുറിച്ച് പറയാനാണെങ്കിൽ അതിന്റെ ഫാമിലി ലവ് ഫോണ്ടിഡേ എന്ന് പറഞ്ഞിട്ടുള്ള ഫാമിലിയിലാണ് അത് ബിലോങ് ചെയ്തിട്ടുള്ളത്. ക്ലാസ് കോപ്പോഡ എന്ന് പറഞ്ഞിട്ടുള്ള ക്ലാസ്സിലാണ് അത് ഉൾപ്പെട്ടിട്ടുള്ളത്. പിന്നെ അതിന്റെ ഹാബിറ്റേറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കവരത്തി ലഗൂൺസിലെ ഏറ്റവും അടിത്തട്ടിലുള്ള സെഡിമെന്റ്സിലാണ് ഇവര് ജീവിക്കുന്നുണ്ടാവുക. അവർക്ക് അതാണ് അവരുടെ ഹാബിറ്റേറ്റ്സ്. പിന്നെ പറഞ്ഞിട്ടുള്ളതിന്റെ എക്കോളജിക്കൽ റോൾസ് ആണ്. ഇപ്പോൾ ക്ലൈമറ്റ് ചേഞ്ചോ അല്ലെങ്കിൽ എൻവിറോൺമെന്റൽ ചേഞ്ചസ് ഉണ്ടാകുമ്പോൾ തിരിച്ചറിയാനായിട്ട്, അങ്ങനത്തെ ചേഞ്ചസ് തിരിച്ചറിയാനായിട്ടുള്ള ബയോളജിക്കൽ ഇൻഡിക്കേറ്റേഴ്സ് ആയിട്ട് ഇവയെ കണക്കാക്കുന്നുണ്ട്. പിന്നെ ഫിഷറീസിലും അക്വാകൾച്ചറിലെല്ലാം സ്മോൾ ഫിഷസിനൊക്കെ ഫീഡ് ചെയ്യാനായിട്ടും ഇവയെ യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ ഫിഷസിനും ഷെൽ ഫിഷസിനൊക്കെ അവരുടെ ഗ്രോത്തിന് എസെൻഷ്യൽ ആയിട്ടുള്ള omega-3 ഫാറ്റി ആസിഡ്സ് ഇവര് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് ആൻഡ് കൺവേർട്ട് ടു EPA ആൻഡ് DHA. അത് ഹ്യൂമൻ ന്യൂട്രീഷണൽ സെക്യൂരിറ്റിയും കൂടെ സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ഒരു ഫാക്ടറാണ്. അടുത്തത് സെക്കൻഡ് റേഞ്ച് വൈഡ് ഡോൾഫിൻ സർവേ ആണ്. ഈ ഒരു സർവേ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉത്തർപ്രദേശിലെ ബിജ്നോറിൽ വെച്ചിട്ടാണ് ഈ ഒരു സെക്കൻഡ് റേഞ്ച് വൈഡ് ഡോൾഫിൻ സർവേ ലോഞ്ച് ചെയ്തിട്ടുള്ളത്. പ്രൊജക്ട് ഡോൾഫിൻ എന്ന പദ്ധതിയുടെ കീഴിൽ വരുന്ന അല്ലെങ്കിൽ അതിന്റെ ഭാഗമായിട്ടുള്ള ഒരു സർവേ ആണ് ഈ ഒരു ഡോൾഫിൻ സർവേ, റേഞ്ച് വൈഡ് ഡോൾഫിൻ സർവേ എന്ന് പറഞ്ഞിട്ടുള്ളത്. മെയിനായിട്ടും ഈ ഒരു സർവേയും ഈ ഒരു പ്രൊജക്ട് ഡോൾഫിനൊക്കെ എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഡോൾഫിൻസിന്റെ പോപ്പുലേഷനെ കുറിച്ച് പഠിക്കുക, അവരുടെ ഹാബിറ്റേറ്റ്സിനെ കുറിച്ച് പഠിക്കുക, അവർക്ക് ഉണ്ടാവുന്ന ത്രെഡ്സ് അതിനെക്കുറിച്ച് പഠിച്ചിട്ട് അതിനൊരു അതിനെ മറികടക്കാനായിട്ടുള്ള പദ്ധതികൾ ക്രിയേറ്റ് ചെയ്യുക, അതിനൊക്കെ വേണ്ടിയിട്ടാണ് ഈ ഒരു സർവേ മെയിനായിട്ടും നടത്തുന്നത്. പിന്നെ ഈ ഒരു സർവേ 2 ഫേസസിലായിട്ടാണ് നടത്തുക. phase 1 മെയിൻ സ്ട്രീം ഓഫ് ഗംഗ, ബിജ്നോർ ടു ഗംഗാസാഗർ ആൻഡ് ദ ഇൻഡസ് റിവർ, അവിടെ ആയിരിക്കും ആദ്യത്തെ സർവേ നടത്തുക. പിന്നെ phase 2 ബ്രഹ്മപുത്ര, ഗംഗ ട്രിബ്യൂട്ടറീസ്, സുന്ദർബൻസ് ആൻഡ് ഒഡീഷ, ആ ഒരു സ്ഥലങ്ങളിലായിരിക്കും phase 2 സർവേസ് നടത്തുക. പിന്നെ ഇത് കോർഡിനേറ്റ് ചെയ്തിട്ടുള്ളത് വൈൽഡ് ലൈഫ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യ ആണ്. പിന്നെ അതാത് സ്റ്റേറ്റിന്റെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റും കൺസർവേഷൻ പാർട്ട്നേഴ്സുമാണ് ഇത് കോർഡിനേറ്റ് ചെയ്യുക. അടുത്തത് പറയുന്നത് പ്രൊജക്ട് ഡോൾഫിനെ കുറിച്ചിട്ടാണ്. ഇന്ത്യൻ ഗവൺമെന്റ് ഇനീഷ്യേറ്റീവ് ചെയ്തിട്ടുള്ള ഒരു നാഷണൽ കൺസർവേഷൻ ഇനീഷ്യേറ്റീവ് ആണ് ഇത്. എയിം ചെയ്തിട്ടുള്ളത് നേരത്തെ പറഞ്ഞിട്ടുള്ള പോലെ നദികളിലും കടലുകളിലൊക്കെ ജീവിക്കുന്ന ഡോൾഫിൻസിന്റെ ഹാബിറ്റേറ്റ് പ്രൊട്ടക്ട് ചെയ്യാനും അവരുടെ പോപ്പുലേഷനിൽ കുറവ് വരാതെ സംരക്ഷിക്കാനും വേണ്ടിയിട്ടാണ് ഇങ്ങനെയൊരു പ്രൊജക്റ്റ് മെയിനായിട്ടും കൊണ്ടുവന്നിട്ടുള്ളത്.
2020 ഓഗസ്റ്റ് 15-നാണ് ഇത് ലോഞ്ച് ചെയ്തിട്ടുള്ളത്. ഈ ഒരു പ്രൊജക്ട് ഡോൾഫിൻ ലോഞ്ച് ചെയ്തിട്ടുള്ളത് 2020 ഓഗസ്റ്റ് 15-നാണ്. പിന്നെ ഇത് എയിം ചെയ്തിട്ടുള്ളത് ഇപ്പോൾ തീരപ്രദേശങ്ങളിലുള്ള താമസിക്കുന്ന ലോക്കൽ കമ്മ്യൂണിറ്റീസിന് ഇതിനെ കുറിച്ചിട്ടുള്ള കൺസർവേഷനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങൾ അവരെ ബോധവാന്മാരാക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു സർവേസ് ഒക്കെ കൂടുതലും നടത്തുന്നത്. അടുത്തത്, ഹൈസിസ് ട്രീറ്റി എൻറ്റേഴ്സ് ഇൻ ടു ഫോഴ്സ് ആഫ്റ്റർ ഡീക്കേഡ്സ് ഓഫ് നെഗോട്ടിയേഷൻസ്. ഈ ഒരു ന്യൂസിൽ പറയുന്നത് യുണൈറ്റഡ് നേഷൻസ് കൊണ്ടുവന്ന ഒരു എഗ്രിമെന്റ് ആണ് BBNJ. BBNJ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബയോഡൈവേഴ്സിറ്റി ബിയോണ്ട് നാഷണൽ ജൂറിസ്ഡിക്ഷൻ ട്രീറ്റി. ഈ ഒരു എഗ്രിമെന്റിൽ പറഞ്ഞിട്ടുള്ളത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു രാജ്യത്തിന്റെ നിയന്ത്രണത്തിലല്ലാത്ത ഗ്ലോബലി ഉണ്ടാവുന്ന ഓഷ്യൻസ്, ഇപ്പോൾ സമുദ്രങ്ങളിലൊക്കെ അവിടെയുള്ള ഇപ്പോൾ സമുദ്രങ്ങളിൽ അല്ലെങ്കിൽ ഓഷ്യൻസിലൊക്കെ ഉണ്ടാവുന്ന ബയോഡൈവേഴ്സിറ്റി നിയമപരമായിട്ട് സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു എഗ്രിമെന്റ് നിലവിൽ കൊണ്ടുവന്നിട്ടുള്ളത്. ഇത് നടപ്പിലാക്കിയത് 60 രാജ്യങ്ങൾ ഈ ഒരു കരാറ് അംഗീകരിച്ചതോടു കൂടിയാണ് ഈ ഒരു അഗ്രിമെന്റ് നിലവിൽ വന്നത്. പിന്നെ ഇതിനെക്കുറിച്ച് പറയാനാണെങ്കിൽ ഈ ഒരു അഗ്രിമെന്റ് ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്ത് തുടങ്ങിയത് 2008-ലാണ്. ഹൈസീസിലുള്ള ചൂഷണങ്ങള്, ഈ ഒരു ഓഷ്യനിലുള്ള ചൂഷണങ്ങൾക്കൊക്കെ എതിരായിട്ടാണ് ഈ ഒരു അഗ്രിമെന്റ് കൊണ്ടുവന്നിട്ടുള്ളത്. അതിനെപ്പറ്റി ചർച്ച ചെയ്ത് തുടങ്ങിയത് 2008-ലാണെന്ന് മാത്രം. 15 വർഷങ്ങൾക്ക് ശേഷമാണ് ഈ ഒരു അഗ്രിമെന്റ് ഫൈനലൈസ് ചെയ്തത്. 2023 മാർച്ചിലാണ് ഈ ഒരു അഗ്രിമെന്റ് ഫൈനലൈസ് ചെയ്യുന്നതും. പിന്നെ 2025 സെപ്റ്റംബറിൽ 60-ാമത്തെ രാജ്യം ഈ ഒരു അഗ്രിമെന്റ് അംഗീകരിച്ചതോടുകൂടിയാണ് ഈ ഒരു അഗ്രിമെന്റ് മെയിനായിട്ടും അവര് പ്രാബല്യത്തിൽ കൊണ്ടുവന്നത്. പിന്നെ അവർ ടാർഗറ്റ് വെച്ചിട്ടുണ്ട് 30/30 ഗോൾ. അതെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 2030 ആവുമ്പോൾ 30% ഓഫ് ഗ്ലോബൽ ഓഷ്യൻ ഏരിയ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു ടാർഗറ്റ് അവർ വെച്ചിട്ടുള്ളത്. അടുത്തത്, സെന്റർ ഫോർ ഡെവലപ്മെന്റ് ഓഫ് ടെലിമാറ്റിക്സ് റിസീവ്സ് സ്കോച്ച് അവാർഡ് 2025 during the 104th Scotch Summit for its cell broadcast solution. ഇന്ത്യൻ ഗവൺമെന്റിന്റെ ഒരു ടെലികോം ഗവേഷണ വികസന കേന്ദ്രമാണ് സെന്റർ ഫോർ ഡെവലപ്മെന്റ് ഓഫ് ടെലിമാറ്റിക്സ്, CDOT എന്ന് പറഞ്ഞിട്ടുള്ളത്. ആ CDOTനാണ് 2025 സ്കോച്ച് അവാർഡ് കിട്ടിയിട്ടുള്ളത്. അത് കിട്ടാൻ കാരണം അവര് ഡെവലപ്പ് ചെയ്തിട്ടുള്ള ഒരു സെൽ ബ്രോഡ്കാസ്റ്റ് സൊല്യൂഷൻ, അതിനാണ് ഈ ഒരു അവാർഡ് അല്ലെങ്കിൽ ഈ ഒരു അംഗീകാരം ലഭിച്ചിട്ടുള്ളത്. പിന്നെ 104-ാമത്തെ സ്കോച്ച് സമ്മിറ്റിലാണ് ഈ ഒരു അവാർഡ് അവര് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഈ ഒരു സമ്മിറ്റിലെ ഈ വർഷത്തെ തീം എന്ന് പറഞ്ഞിട്ടുള്ളത് റിസോഴ്സിംഗ് വികസിത് ഭാരത് എന്നാണ് ഇതിന്റെ തീം അല്ലെങ്കിൽ പ്രമേയം എന്ന് പറഞ്ഞിട്ടുള്ളത്. പിന്നെ CDOTനെ പറ്റിയിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. അത് ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ടെലി കമ്മ്യൂണിക്കേഷന്റെ അണ്ടറിൽ വരുന്ന ഒരു പ്രീമിയർ റിസർച്ച് ഡെവലപ്മെന്റ് സെന്റർ ആണ് CDOT എന്ന് പറഞ്ഞിട്ടുള്ളത്. അടുത്തത്, ലഫ്റ്റനന്റ് സുധ ബിക്കംസ് ഫസ്റ്റ് നോർത്ത് ഈസ്റ്റേണർ ടു വിൻ NCC ഗോൾഡ്. നാഷണൽ കാഡറ്റ് കോർപ്സ് ഓഫീസേഴ്സ് ട്രെയിനിങ് ഇവന്റിൽ ആദ്യമായിട്ട് ഗോൾഡ് വിൻ ചെയ്യുന്ന കാഡറ്റ് ആണ് ലഫ്റ്റനന്റ് സുധ. KM സുധ എന്നാണ് ആളുടെ പേര്.
പിന്നെ മിനിസ്ട്രി ഓഫ് ഡിഫൻസിന്റെ കീഴിലാണ് നാഷണൽ കാഡറ്റ് കോർപ്സ് ഫങ്ഷൻസ് ഓർഗനൈസ് ചെയ്തിട്ടുള്ളത്. പിന്നെ പിന്നെ പറഞ്ഞിട്ടുള്ളത് ഗ്വാളിയോർ ട്രെയിനിങ് അക്കാഡമി, ഓഫീസർ ട്രെയിനിങ് അക്കാഡമിയിലാണ് ഈ ഒരു NCC ഓഫീസർ ട്രെയിനിങ് ഇവന്റ്സ് കണ്ടക്ട് ചെയ്തിട്ടുള്ളത്. അവിടെ വെച്ചിട്ടാണ് ഈ ഒരു ഗോൾഡ് NCC ഗോൾഡ് ഈ ഒരു ആദ്യമായിട്ട് നോർത്ത് ഈസ്റ്റേണർ ഈ ഒരു ഇത് വിൻ ചെയ്യുന്നത്. അടുത്തത് തമിഴ്നാട് ലോഞ്ചസ് സ്റ്റേറ്റ് അവാർഡ് ഫോർ നോൺ ഹിന്ദി ലാംഗ്വേജ് റൈറ്റേഴ്സ്. ഇന്ത്യയില് ഹിന്ദി അല്ലാത്ത 7 ലാംഗ്വേജസ്, അതിൽ തമിഴ്നാടു, തെലുഗു, കന്നഡ, മലയാളം, ഒഡിയ, ബംഗാളി, മറാത്തി, ഈ ഒരു 7 ലാംഗ്വേജസിലുള്ള ഈ ലാംഗ്വേജസിൽ വരുന്നുള്ള ബെസ്റ്റ് റൈറ്റേഴ്സിന് ഒരു പുരസ്കാരം കൊടുക്കാനാണ് തമിഴ്നാട് സർക്കാർ ഇപ്പോൾ പ്രഖ്യാപിച്ചിട്ടുള്ളത്. ആ ഒരു അവാർഡിന്റെ പേര് സെമ്മൊഴി ഇലക്കിയ വിരുദു എന്നാണ് ആ ഒരു അവാർഡിന്റെ പേര്. ക്ലാസിക്കൽ ലാംഗ്വേജ് ലിറ്റററി അവാർഡ് എന്നാണ് പറയുക. അത് നോൺ ഹിന്ദി ലാംഗ്വേജസിനാണ് അവരിപ്പോ കൊടുക്കാൻ തീരുമാനിച്ചിട്ടുള്ളത്. അതിന്റെ ക്യാഷ് പ്രൈസ്, ഈ ഒരു അവാർഡിന്റെ ക്യാഷ് പ്രൈസ് 5 lakh ആണ്. അടുത്തത് ഇന്ത്യൻ ഒറിജിൻ അട്രോണി കേശവ് പാദോർ ഹാസ് ബീൻ സ്വോൺ ഇൻ ആസ് ജേഴ്സി സിറ്റീസ് ഡെപ്യൂട്ടി മേയർ ഫോർ ഹൗസിംഗ് ആൻഡ് എക്കണോമിക് ഡെവലപ്മെന്റ്. അറ്റോർണി കേശവ് പോദാർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇന്ത്യൻ വംശജനാണ്. അദ്ദേഹം അമേരിക്കയിലെ ജേഴ്സി സിറ്റിയുടെ പുതിയൊരു ഡെപ്യൂട്ടി മേയറായിട്ട് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു എന്നാണ് ഈ ഒരു ന്യൂസിൽ പറയുന്നത്. ഹൗസിംഗ് ആൻഡ് എക്കണോമിക് ഡെവലപ്മെന്റ് ഈ ഒരു ഭാഗത്തിലായിരിക്കും അദ്ദേഹം ചുമതലയേൽക്കുക. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ കറണ്ട് അഫയേഴ്സിന്റെ ക്ലാസ്.